അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ദേവുവും ലക്ഷ്മിയും കൂടി വന്നിരിക്കുകയാണ്. ആടിമാസത്തിന് അമ്മയുടെ അടുത്ത് പെൺകുട്ടികൾ നിൽക്കണം എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ആ ഒരു ആടിമാസ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് രേവതിയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർദ്ധരാത്രി 1 മണിക്ക് ശേഷം നമ്മുടെ ചന്ദ്രമതി വിളിച്ചിട്ട് നമ്മുടെ രേവതിയെ കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞത് പ്രകാരമാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ തുടർന്നുണ്ടായ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, വന്ന് ഇരിക്ക് ലക്ഷ്മി എന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയും ദേവും അവിടെ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയാണ്, മോളെ രേവതി, ഇവർക്ക് കുടിക്കാനൊക്കെ ആയിട്ട് ചായ കോഫി എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്ക് എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയണേ, വേണ്ട രവിയേട്ടാ, ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഇവരിങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്തിന് നോക്കുമ്പോഴത്തേക്ക് ശ്രുതിയും നമ്മുടെ സുധിയും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ കണ്ണ് കാണിക്കുകയാണ്, കയറിപ്പോ എന്നുള്ള രീതിയിൽ കണ്ണ് കാണിക്കുകയാണ് നമ്മുടെ ശ്രുതിയെ. അപ്പോൾ ശ്രുതി തിരിഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറയാണ്, മോളെ ശ്രുതി എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നു. അപ്പോൾ ചോദിക്കുകയാണ്, മോള് പോകുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ശ്രുതിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ ലക്ഷ്മി ചോദിക്കുകയാണ്, മോളുടെ വീട്ടിൽ പോകണില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ശ്രുതി ചോദിക്കുകയാണ്, ഞാനെന്തിനാ ഇപ്പോൾ എൻ്റെ വീട്ടിൽ പോകുന്നത്? അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയാണ്, അല്ല മോളെ, ഇത് ആടിമാസമല്ലേ, ആടിമാസത്തിൽ പെൺകുട്ടികൾ അമ്മ വീട്ടിൽ നിൽക്കണം എന്നാണ് പറയുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവു പറയണ്, മിണ്ടാതിരിക്കമ്മേ എന്നിങ്ങനെ പറയുകയാണ്. നമ്മുടെ ദേവു പറയണം, മിണ്ടാതിരിക്കമ്മേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ തന്നെ ലക്ഷ്മി പറഞ്ഞു, അയ്യോ മോളെ, ഞാൻ ഓർത്തില്ല മോളെ, ക്ഷമിച്ചേരെ മോളെ, ഞാൻ ഓർത്തില്ല, മോക്ക് അമ്മയില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല എന്നിങ്ങനെ അപ്പം തന്നെ മാപ്പ് പറയുകയും ചെയ്യാണ് നമ്മുടെ ലക്ഷ്മി. അതിന് ശേഷം ലക്ഷ്മി പറയണം, മോളൊരു കാര്യം ചെയ്യും, മോളെ എൻ്റെ കൂടെ പോര്, ഞാൻ മോളെ നോക്കിക്കോളാം, രേവതിയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ രേവതിയുടെ കൂടെ മോളും കൂടി വാ എന്നിങ്ങനെ പറയുകയാണ്. നമ്മുടെ ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് നമ്മുടെ ലക്ഷ്മി അങ്ങനെ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ സുധി പറയാണ്, അതെ, നിങ്ങൾ ആരെ കൂട്ടിക്കൊണ്ട് പോകാനാണോ വന്നത്, നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയാൽ മതി എന്നിങ്ങനെ മുഖത്തടിച്ച കണക്ക് നമ്മുടെ സുധി പറയുകയാണ്. അപ്പം തന്നെ നമ്മുടെ ചന്ദ്രമതി പറയാണ്, നീ ആരാ അതിന് ശ്രുതിയെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയാനായിട്ട്? നീ വന്നത് നിന്റെ മോളെ കൂട്ടിക്കൊണ്ട് പോകാനല്ലേ? നിങ്ങൾക്ക് പോലും കിടക്കാനുള്ള ഒരു സ്ഥലമില്ല, ആകെ പാടെ ഇടിഞ്ഞ് പൊളിഞ്ഞ് തലയിൽ കൂടെ വീഴാറായൊരു വീട്. എന്നിട്ട് പറയുന്ന കേട്ടാൽ തോന്നുമല്ലോ നീ വലിയ റിസോർട്ട് പണിഞ്ഞിട്ടിരിക്കുകയാണെന്ന്, എല്ലാവരെയും ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. എടി, നീ ആദ്യം നിൻ്റെ വീട്ടിൽ നിൻ്റെ മോളെ കൊണ്ടുപോകാനായിട്ട് നിൽക്ക്. നിൻ്റെ പോലുള്ള ഈ ചെറ്റപ്പരയിലൊന്നും താമസിക്കേണ്ടവളല്ല എൻ്റെ ശ്രുതിമോള്. അവളെ ജനിച്ച് വളർന്നത് നിൻ്റെ മോളെ പോലെ ദാരിദ്ര്യവാസിയായിട്ടൊന്നും അല്ല. അവളെ നല്ല 1-ാം തരം ബംഗ്ലാവിൽ ജീവിച്ച മോളാണ്. അതുകൊണ്ടേ നീ വന്നെങ്കിൽ നിൻ്റെ കാര്യം നോക്കിയിട്ട് നീ പോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ലക്ഷ്മിക്ക് നല്ല ഒരു ചമ്മലും വിഷമവും ഒക്കെ തോന്നുകയാണ്. അപ്പം തന്നെ നമ്മുടെ ശ്രുതിയോട് ഉടനെ ചന്ദ്രമതി പറയണം, ആ മോളെ ശ്രുതി നീ മോളെയും കൂട്ടി അകത്തേക്ക് പോ എന്നിങ്ങനെ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അകത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്ത് ഇറങ്ങി വന്ന ഉടനെ ചോദിക്കാണ്, ആഹാ ദേവു എന്താ ഇപ്പോൾ സസ്പെൻസ് ആയിട്ടുണ്ടല്ലോ, ദേവു എന്താ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ശ്രീകാന്ത് ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി ചാറ്റ് ചെയ്തപ്പോൾ ഇന്ന് വരുന്നെന്നുള്ള കാര്യം പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവു പറയണം, അത് ഇന്നലെ രാത്രിയിലല്ലേ ഞങ്ങൾ അറിഞ്ഞത് ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുന്ന കാര്യം എന്നിങ്ങനെ പറയണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ഹാലിളവാണ്. അപ്പോൾ തന്നെ ചന്ദ്രമതി ചോദിക്കുകയാണ്, രാത്രിയിൽ ചാറ്റ് ചെയ്തെന്നോ? നിനക്കെന്താടി ഇവനോട് എത്ര ചാറ്റ് ചെയ്യേക്കാം? ഇന്നാളെ ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്താടാ ശ്രീകാന്തേ, നിനക്കെന്താ ഇവളുമാരുമായിട്ട് അത്ര ചാറ്റ് ചെയ്യേക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി മുഖം കനപ്പിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കണം, കൊള്ളാം എന്തായാലും, എടാ നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോകണ്ടേ, പോ എന്നിങ്ങനെ പറയണം. അങ്ങനെ പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് അങ്ങ് മുകളിൽ കയറി പോവുകയാണ്. അപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചി വന്നിട്ടാണ്, ആഹാ അമ്മ ഇത് ഇപ്പോഴും എത്തിയത്? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ മോനെ. രേവതി, അമ്മയ്ക്കൊക്കെ കഴിക്കാനും കുടിക്കാനും നീ എന്താ ഒന്നും കൊടുക്കാത്തത്?
അപ്പോൾ ഉടനെ ലക്ഷ്മി പറയണം, അയ്യോ ഒന്നും വേണ്ട മോനെ, ഞങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ദേവു, നീ എന്താ ഇന്ന് കോളേജിൽ പോകാഞ്ഞത്? അത് സച്ചിയേട്ട ഇന്ന് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നതാ. ആഹാ, എന്താ പൂ കെട്ടാനായിരിക്കും അല്ലേ? രേവതി നീ കൂടെ ചെല്ല്. രേവതി കൂട്ടിക്കൊണ്ട് പോകും കേട്ടോ. വൈകിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് വന്നേക്കാം. രേവതി അവിടെ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ലക്ഷ്മി പറയണം, അയ്യോ മോനെ, അതിനല്ല വന്നത്, ഇത് ആടി മാസമല്ലേ, അപ്പോൾ അതുകൊണ്ട് മോളെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ്. ആടി മാസമോ? അതെന്താ അങ്ങനെ? മോനെ, ആടി മാസം തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ പെൺകുട്ടി അമ്മ വീട്ടിലാണ് നിൽക്കേണ്ടത് 1 മാസം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരത്തുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഭർത്താവും ഭാര്യയും തമ്മിൽ കാണാൻ പാടില്ല. അത് പുതിയതായിട്ട് വിവാഹം കഴിഞ്ഞു വന്ന ദമ്പതിമാർക്കാണ് അങ്ങനെ എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ലക്ഷ്മി. അത് കേട്ട ഉടനെ സച്ചി പറയണ, ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇതൊക്കെ പണ്ട് കാലത്തുള്ള കാര്യമല്ലേ? ഞാനിതൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ ആടി മാസം ആകുമ്പോഴത്തേക്ക് പെണ്ണിനെ വന്ന് അമ്മ വീട്ടുകാർ കൊണ്ടുപോകും. രാത്രിയിലാകുമ്പോൾ കല്യാണ ചെറുക്കൻ പതുങ്ങി വന്നിട്ട് ബാക്ക് ഡോർ വഴി കയറി പെണ്ണിനെ കണ്ടിട്ട് പോവും. ഇതൊക്കെ സിനിമകളിൽ മാത്രമല്ലേ കാണുന്നത്? ജീവിതത്തിലും ഉണ്ടോ അച്ഛാ ഇങ്ങനെയൊക്കെ? അപ്പോൾ രവീന്ദ്രൻ പറയണ, ഉണ്ട് മോനെ. ഈ ആചാരങ്ങളൊക്കെ ഇതൊക്കെ ആരാ കണ്ടുപിടിച്ചത്? നമ്മുടെ സച്ചി ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ രവീന്ദ്രൻ പറയണ, എടാ മോനെ, ഇതൊക്കെ പണ്ടുള്ള ഓരോരോ ആചാരങ്ങളും ഓരോന്ന് കണക്കാക്കി തന്നെ ഉണ്ടാക്കുന്നത്, അല്ലാതെ വെറുതെ എങ്ങും അല്ല ഓരോരോ ആചാരങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്. പിന്നെ എന്തിനാ വെച്ചാൽ ഈ ഒരു ആചാരത്തിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ? അപ്പോൾ ഉടനെ തന്നെ രവീന്ദ്രൻ പറയണേ, എൻ്റെ മോനെ, ഈ ഒരു ആചാരം എന്തിനാന്ന് വെച്ചാൽ ആടി മാസത്തിൽ പെൺകുട്ടിയെ അമ്മ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, ആടി മാസത്തിൽ പെണ്ണ് ഗർഭിണിയാവുകയാണെങ്കിൽ മേടമാസത്തിൽ പെണ്ണ് പ്രസവിക്കും. അങ്ങനെ മേടമാസത്തിൽ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ തണുപ്പും കാറ്റും മഴയും ഒക്കെ ഉണ്ടാവും ആ സമയത്ത്. അപ്പോൾ അത് കുഞ്ഞിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ കുഞ്ഞിന് അതുമൂലം ഉണ്ടാവുന്ന അരിഷ്ടത, പനിയും ജലദോഷവും അരിഷ്ടതകളൊക്കെ ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആടി മാസത്തിൽ പെണ്ണ് ഗർഭിണി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നിങ്ങനെ രവീന്ദ്രൻ പറയുകയാണ്. ഉടനെ അത് കേട്ട പാതി അപ്പം തന്നെ സച്ചി അയ്യോ എന്നിങ്ങനെ തലയിൽ കൈവച്ച് ഒറ്റൊരു വിളി. സച്ചി, അയ്യോ അച്ഛാ, ഇതൊക്കെ ഒന്ന് നേരത്തെ പറഞ്ഞു തരണ്ടേ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സച്ചി ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉടനെ രവീന്ദ്രൻ ചോദിക്കണേ, എന്താടാ പറഞ്ഞത്? ഉടനെ സച്ചി ചമ്മിപ്പോവാണ്. ഉടനെ സച്ചി പിന്നെ അതല്ല അച്ഛാ, ഇതൊക്കെ കുട്ടിക്കാലത്തെ പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ലേ. ഇനിയിപ്പം സച്ചിക്ക് ടെൻഷനായി, ഇനി രേവതി പ്രഗ്നൻ്റ് ആവോ, ഇനി കുഞ്ഞിന് വല്ല കുഴപ്പവും വരുമോ എന്നുള്ള ടെൻഷനിലായി പാവം സച്ചി. അപ്പോൾ തന്നെ നമ്മുടെ രവീന്ദ്രൻ പറയണ, മോനെ, നീ വിഷമിക്കുകയൊന്നും വേണ്ട. ഇനിയിപ്പോൾ രേവതിയെ എന്തായാലും ലക്ഷ്മി വന്നില്ലേ, ലക്ഷ്മി കൂട്ടിക്കൊണ്ട് പോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. പിന്നീടെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീകാന്തും നമ്മുടെ ദേവുവും മാറി നിന്ന് സംസാരിക്കുകയാണ്. ദേവ് പറയാണ്, നിൻ്റെ ഗേൾ ഫ്രണ്ടിന് സുഖമാണോ, നിൻ്റെ ലവറിന് സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ശ്രീകാന്ത് പറയണേ, നീ എന്തായി പറയുന്നത്? ഞാനും അവളുമായിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ല. എനിക്കറിയാം. അപ്പോൾ ഉടനെ ശ്രീകാന്ത് പറയണേ, ഇല്ല ദേവു, വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പറയുന്നത്? നമ്മൾ തമ്മിൽ ഇതേവരെ ആ രീതിയിൽ സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ ദേവു പറയണേ, ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിൻ്റെ മനസ്സൊക്കെ മനസ്സിലാവും. ആ കുട്ടിക്ക് നിന്നോട് പ്രണയം തന്നെയാണ്, നിനക്കും തിരിച്ചുണ്ട്. പക്ഷേ നിങ്ങൾ തമ്മിൽ അത് സംസാരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ശ്രീകാന്തേ, അവൾ നല്ല പെൺകുട്ടിയാണ് കേട്ടോ. വർഷ നല്ല സ്വഭാവമുള്ള കുട്ടിയല്ലേ, പിന്നെ നീ എന്തിനാ അവളടുത്ത് നിന്ന് ഇങ്ങനെ പിൻവലിയുന്നത്? അപ്പോൾ ശ്രീകാന്ത് പറയണേ, ശരിക്കും പറയുകയാണെങ്കിൽ വർഷ ഇപ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ ഫോണൊന്നും എടുക്കാറില്ല, ഞാൻ ഒഴിഞ്ഞു മാറി പോവുക ചെയ്യുന്നത്. അതെന്തിനാ അങ്ങനെ? അത് മറ്റൊന്നും കൊണ്ടല്ല. ശരിക്കും എനിക്ക് അവളുടെ ഫാമിലിയെ മനസ്സിലായപ്പോഴാണ് എനിക്ക് അവളിൽ നിന്ന് ഉൾവലിയാൻ തോന്നുന്നത്. കാര്യം അവൾ പാവവും സ്നേഹവും ഉള്ള കുട്ടിയൊക്കെ തന്നെയാണ്. പക്ഷേ അവളുടെ ഫാമിലി വലിയ കുഴപ്പമാണ്. അവളുടെ അച്ഛനെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരുടെ ഫാമിലിയും നമ്മുടെ ഫാമിലിയായിട്ടൊന്നും ഒരുമിച്ച് പോവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവളിപ്പോൾ വിളിച്ചാൽ പരമാവധി ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്നിങ്ങനെ ശ്രീകാന്ത് പറയുകയാണ്. അതേസമയം നമ്മുടെ രേവതിയോട് റെഡിയായി വരാൻ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി പറയണേ, നീ പോയി റെഡിയായി ചെല്ല്
എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ രേവതി മുറിയിലേക്ക് ചെല്ലുകയാണ്. മുറിയിലേക്ക് ചെന്ന് ഒരുങ്ങി റെഡിയായിട്ട് ഇറങ്ങി വരികയാണ്. സച്ചി പുറത്ത് തന്നെ ഉണ്ട്. സച്ചി ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രേവതി ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി വരികയാണ്. എന്നിട്ട് സച്ചിയോട് ചോദിക്കുകയാണ്, ഞാൻ പോയിട്ട് വരട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, ഞാൻ പോയാൽ നിങ്ങൾക്ക് വിഷമാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ രേവതി പറയണേ, ഞാൻ പോവാല്ലേ എന്നിങ്ങനെ പറയണം. അപ്പോൾ സച്ചി പറയണേ, എന്തിനാ ഈ ആചാരങ്ങളൊക്കെ, ഇതൊക്കെ ഇപ്പോൾ ആരാ കണ്ടുപിടിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയണേ, അതിനെന്താ, ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ സച്ചിയെ സമാധാനിപ്പിക്കാനായിട്ടൊക്കെ നോക്കുകയാണ്. പക്ഷെ സച്ചിക്ക് നല്ല സങ്കടമായി. അങ്ങനെ നമ്മുടെ സച്ചിയോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി താഴേക്ക് വരികയാണ്. താഴേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ലക്ഷ്മി മേലോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ രേവതിയുടെ കയ്യിലിരുന്ന ബാഗ് സച്ചി വാങ്ങിച്ച് വെക്കുകയാണ്. അപ്പോൾ അത് വന്നിട്ട് സച്ചിയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ലക്ഷ്മി അങ്ങ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് പറയണം, മോനെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ബാഗ് ലക്ഷ്മി അങ്ങ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് അവർ താഴേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ താഴെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനോട് രേവതി യാത്രയൊക്കെ പറയുകയാണ്. അപ്പോൾ ഉടനെ രേവതി എന്നിട്ട് പറയുകയാണ്, അച്ഛാ ഞാൻ ശ്രുതിയോട് യാത്ര പറയണ്ടേ, ഞാൻ ശ്രുതിയോട് പറയട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രമതി പറയണ, നീ എന്തിനാ ശ്രുതിയോട് യാത്ര പറയുന്നത്, നീ ശ്രുതിയോടൊന്നും യാത്ര പറയണ്ട, നീ പെട്ടെന്ന് പോയേ എന്നാണ് ഇങ്ങനെ പറയുന്നത് ചന്ദ്രമതി. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ ശ്രീ താഴേക്ക് ഇറങ്ങി വരികയാണ്. ശ്രീ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമ്മുടെ ദേവുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ദേവു എന്നും പറഞ്ഞിട്ട് ശ്രീ പറയണം. അപ്പോൾ ഉടനെ തന്നെ ശ്രീകാന്തിനോട് ചന്ദ്രമതി പറയണേ, എടാ ഇത്രയും നേരമായിട്ട് നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് തോന്നിയില്ലേ, വേഗം പോടാ. എല്ലാ അണ്ണത്തിനും ഉടനെ ദേവുവിനെ നോക്കിയിട്ടാണ്, എല്ലാ അണ്ണത്തിനും ഈ കുടുംബത്തിൽ വന്ന് ബന്ധം സ്ഥാപിക്കണമെന്നാണ് ആഗ്രഹം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയണ്. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചി ദേ എന്ന് പറഞ്ഞിട്ട് അമ്മേരെ നേർക്ക് ഇങ്ങനെ തിരിയുമ്പോൾ പെട്ടെന്ന് രേവതി ഇങ്ങനെ അങ്ങ് പിടിച്ചു മാറ്റുകയാണ്. എന്നിട്ട് ഒന്നും പറയല്ലേ എന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. അങ്ങനെ സച്ചി ഒരുവിധം സമാധാനത്തിൽ ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ലക്ഷ്മി പറയണം, മോളെ നീ ശ്രുതിയോട് യാത്ര ചോദിച്ചിട്ട് വാ എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണം, വേണ്ട വേണ്ട, ഇവളിപ്പോൾ അവളോടൊന്നും യാത്ര പറയേണ്ട കാര്യമൊന്നുമില്ല. ശ്രുതി മോൾ അവിടെ മുറിയിൽ റെസ്റ്റ് എടുക്കുകയാണ്. അതുകൊണ്ടേ മോളടുത്ത് നീ യാത്ര പറയണ്ട, അവളെ എന്തിനാ നീ ശല്യപ്പെടുത്തുന്നത്, നീ പോകാൻ നോക്ക് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രൻ പറയണ, ചന്ദ്രേ മിണ്ടാതിരിക്ക് മോള് ചെന്ന് ശ്രുതിയോട് യാത്ര പറഞ്ഞിട്ട് വാ. ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി പടിയിറങ്ങുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരോടും യാത്ര പറയേണ്ട ഒരു സാമാന്യ മര്യാദയുണ്ട്. ചന്ദ്ര മിണ്ടാതെ അവിടെ ഇരിക്കുക എന്നിങ്ങനെ രവീന്ദ്രൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി പോവുകയാണ്. നമ്മുടെ ശ്രുതിയോട് യാത്ര പറയാനായിട്ട് നമ്മുടെ രേവതി ചെല്ലുകയാണ്. അങ്ങനെ രേവതി ചെന്നിട്ട് ഡോറ് അടച്ചിരിക്കുകയാണ്. രേവതി ഇങ്ങനെ കൊട്ടുകയാണ്, വിളിക്കുന്നില്ല, വിളിക്കാതെ ഇങ്ങനെ കൊട്ടുകയാണ്. കൊട്ടുമ്പോഴത്തേക്ക് ഒരു 2-3 വട്ടം കൊട്ടുമ്പോഴത്തേക്ക് ഡോറ് തുറക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ശ്രുതിയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. ശ്രുതി വന്ന് വാതിൽ തുറന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്ത് എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതിയോട്. പക്ഷേ രേവതി അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ ശ്രുതി എന്താ കാര്യം എന്ന് വീണ്ടും ചോദിക്കുന്നു. പക്ഷേ രേവതി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഒന്ന് താറി നിന്നതിന് ശേഷം ശ്രുതി അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ്. പിന്നാലെ നമ്മുടെ ശ്രുതി ഇറങ്ങി വരികയാണ്. ശ്രുതി വന്നിട്ട് ചോദിക്കണം, ശ്രുതി വന്ന ഉടനെ ചോദിക്കുകയാണ് രേവതിയോട്, ഉടനെ ചോദിക്കണം, ഫുഡ് റെഡിയായോ രേവതി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ഇതാ നല്ലൊരു മറുപടി. തൊട്ടു പിന്നിൽ രേവതിയുടെ പിന്നിൽ നിന്ന് നമ്മുടെ രേവതിയുടെ തൊട്ടു പിന്നിൽ നിന്ന് സച്ചി ഇങ്ങനെ രംഗപ്രവേശനം ചെയ്യാണ്. സച്ചി ഉടനടി കൊടുക്കുകയാണ്. ഫുഡ് റെഡിയാവോ എന്ന് ചോദിക്കാൻ, ഇവളാരടി, നിന്റെ സപ്ലയർ ആണോ, നീ അടുക്കളയിൽ പോയി നോക്കടി എന്നിങ്ങനെ പറയണം. നിനക്ക് ആഹാരം വേണമെന്നുണ്ടെങ്കിൽ നീ അടുക്കളയിൽ പോയി പാത്രം തുറന്ന് നോക്കണം, അവിടെ എന്തെങ്കിലും റെഡി ആയിട്ടുണ്ടോ എന്ന്. റെഡി ആയിട്ടില്ലെങ്കിൽ പോയി സ്വന്തമായിട്ട് വേവിച്ച് തിന്നണം, അല്ലാതെ ഇവള് നിന്റെ വേലക്കാരിയൊന്നും അല്ല നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനായിട്ട് എന്ന് പറഞ്ഞിട്ട് കടുപ്പിച്ച വാക്ക് പറയുകയാണ് നമ്മുടെ സച്ചി. ശ്രുതിക്കാണെങ്കിൽ എന്താണ് ഗ്യാസ് തുറന്നു പോയ, അതായത് ഒരു ബലൂണിൻ്റെ ഗ്യാസ് അഴിച്ചു വിടുമ്പോഴുള്ള ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. അതിനുശേഷം നമ്മുടെ രേവതി ശ്രുതിയോട് പറയണ, ഞാൻ പോവുകയാണ്, വീട്ടിൽ പോവുകയാണ്, ഞാൻ യാത്ര പറയാൻ വന്നതാണെന്ന് പറയുമ്പോൾ ശ്രുതി പറയണ, നീ പോയിട്ട് വാ എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ രേവതി താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് രേവതിയും സച്ചിയും കൂടി തിരിയുമ്പോഴത്തേക്ക് കാണുന്നത് ദേവുവും അമ്മയും ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ശ്രുതിയോട് സച്ചി സംസാരിച്ചത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവർക്ക് മനസ്സിലായി നല്ല കെയറിങ് ആണ് സച്ചിയുടെ ഭാഗത്ത് നിന്ന് രേവതിക്ക് കിട്ടുന്നതെന്ന്. അങ്ങനെ അവർ താഴേക്ക് ഇറങ്ങി വരികയാണ്. താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവർ പോവാനൊക്കെ ആയിട്ട് എല്ലാവരുടെ അടുത്തും യാത്ര പറയുകയാണ്. നമ്മുടെ ചന്ദ്രമതിയോട് യാത്ര പറയുമ്പോൾ ചന്ദ്രമതി പോ ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ രേവതിയോട്. അങ്ങനെ രേവതി രവീന്ദ്രനോട് പറയണേ, രവീന്ദ്രൻ തലയിലൊക്കെ തൊട്ട് അനുഗ്രഹിച്ചു. അങ്ങനെ നമ്മുടെ രേവതി യാത്രയൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി പറയണേ ഞാൻ കൊണ്ടാക്കാം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ലക്ഷ്മി പറയണേ, വേണ്ട മോനെ, ഞങ്ങൾ വന്ന ഓട്ടം അവിടെ തന്നെ ഉണ്ട്, നമ്മൾ അതിൽ തന്നെ പൊയ്ക്കോളാം എന്നിങ്ങനെ പറയണം. അങ്ങനെ
നമ്മുടെ സച്ചി പിന്നാലെ ചെല്ലുകയാണ്. രേവതി തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. സച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോൾ രേവതി പറയാണ് പോട്ടെ എന്നിങ്ങനെ പറയാണ്. രേവതിക്ക് നല്ല വിഷമം. സച്ചിയെ പിരിയാൻ രേവതിക്ക് പറ്റുന്നില്ല, സച്ചിക്കാണെങ്കിൽ അതിനപ്പുറം പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ ഓട്ടോയിൽ കയറിയിട്ട് രേവതി തിരിഞ്ഞു നോക്കി പോവുകയാണ്. ഓട്ടോയിൽ കയറിയതിന് ശേഷം ഓട്ടോ അങ്ങോട്ട് മുന്നോട്ട് എടുക്കുമ്പോൾ തന്നെ രേവതി തിരിഞ്ഞിട്ട് ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുക്കുകയാണ്. സച്ചിയും തിരിച്ച് ടാറ്റയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ രേവതി പോവുകയാണ്. പോയി കഴിയുമ്പോഴത്തേക്ക് സച്ചിക്ക് ആകെ വിഷമാവുകയാണ്. സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സച്ചിയുടെ കണ്ണിൽ കൂടി ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ സച്ചി അവിടെ തന്നെ സിറ്റൗട്ടിൽ അവിടെ തന്നെ അങ്ങ് ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ സച്ചിയുടെ മനസ്സിൽ വരുന്നത് രേവതി മുമ്പ് ചോദിച്ച ചില ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് അച്ചമ്മയുടെ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണല്ലേ, നിങ്ങൾ ഇഷ്ടമല്ലെന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനെയും അച്ചമ്മയെയും കാറും അതിനൊപ്പം എന്നെയും വേണം അല്ലേ എന്നൊക്കെ രേവതി ചോദിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ, അതൊക്കെ സച്ചി ഓർത്തെടുക്കുകയാണ്. അങ്ങനെ സച്ചി ഇങ്ങനെ രേവതിയെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. സച്ചിയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഇങ്ങനെ ഊർന്ന് ഇതുവരെ വരികയാണ്. അങ്ങനെ സച്ചി ഇങ്ങനെ തുടച്ച് മാറ്റിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ സച്ചിയെ കാണിച്ച് എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.